അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഷിജു ആന്റണിയാണ്. കവലകൾ തോറും കർത്താവിനെ പ്രസംഗിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പ്രിയ ഷിജു ആന്റണി. അപ്പോൾ തന്നെ വിവിധ വേദികളിൽ കൺവെൻഷൻ പ്രാസംഗികനായിട്ടും കർത്താവിന് വേണ്ടി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഈ ദൈവഭൃത്യന്റെ സാക്ഷ്യം, ദൈവം നടത്തിയ വഴികൾ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരോടൊപ്പം ആമേന് അല്പസമയം പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ശ്രദ്ധയോട്, സ്കിപ്പ് ചെയ്യാതെ, പ്രാർത്ഥനയോട് അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിപ്പാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. കർത്താവിന്റെ ദാസൻ ഷിജു ആന്റണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി തുടർന്ന് പ്രേക്ഷകരോടൊപ്പം സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അരോമ ടിവിയുടെ ഡയറക്ടറായ ബഹുമാനായ ദാനിയൽ ജോൺ സാറ്, ഈ ടിവിയുടെ പ്രേക്ഷകരായ ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, എന്നെ പരിചയപ്പെടുത്തിയ വളരെ സ്നേഹാദരങ്ങളുള്ള പാസ്റ്റർ മോൻ സി കെ വിളയിൽ സാർ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അരോമ ടിവിയിൽ എൻ്റെ ജീവിത സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിന് ഞാൻ വളരെ കൃതാർത്ഥനാണ്, കൃതജ്ഞനാണ് എന്നറിയിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി നൽകിയ ബഹുമാന്യനായ ദാനിയൽ ജോൺ സാറിനും എന്നെ ഈ മാധ്യമത്തിൽ പരിചയപ്പെടുത്തിയ മോൻ സി കെ വിളയിൽ സാറിനും എൻ്റെ ഹൃദയം തൊട്ടുള്ള നന്ദി ആദ്യമേ ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ഷിജു ആന്റണി എന്നാണ്. സ്വദേശം ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് ചെങ്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. പിതാവിൻ്റെ പേര് ആന്റണി, മാതാവിൻ്റെ പേര് ത്രേസ്യാമ്മ. എനിക്ക് 2 സഹോദരിമാരാണ് ഉള്ളത്. എൻ്റെ ഇളയതാണ്. മൂത്ത പെങ്ങളുടെ പേര് ഷാനി, ഇളയ പെങ്ങളുടെ പേര് ഷിജി. എനിക്ക് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഭാര്യയുടെ പേര് ക്രിസ്റ്റീന ഷിജു, മകൻ അലൻ ഷിജു, മകൾ അലീന ഷിജു. മകൻ ഇപ്പോൾ BSc മൈക്രോബയോളജി കോഴ്സ് കഴിഞ്ഞു നിൽക്കുന്നു. മകൾ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതുമെല്ലാം ഒരു കത്തോലിക്ക കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് ഈശ്വരവിശ്വാസമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹം ജീവിതത്തിന്റെ ആദ്യകാലത്തൊന്നും പള്ളിയുമായോ ദൈവവുമായോ ഒന്നും വലിയ ബന്ധമല്ല, ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യനായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് ഒരു പള്ളി ഭക്തയും മാതാവിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം പള്ളിയുമായി നല്ല ബന്ധമുള്ളവരുമായിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് 2 വിരുദ്ധ ധ്രുവങ്ങളുടെ ഒരു സംഗമമാണ് എന്ന് പറയാൻ പറ്റും. എങ്കിൽ പോലും എന്നെ മാമോദിസ മുക്കുന്നതിനോ വേദപാഠം പഠിപ്പിക്കുന്നതിനോ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനോ ഒന്നും പിതാവ് തടസ്സം നിന്നിട്ടില്ല. മാത്രമല്ല, എൻ്റെ അറിവിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിവാഹം നടന്നതും പള്ളിയിൽ വെച്ചാണ്. ആ വിവാഹത്തിന്റെ സമയത്താണ് എൻ്റെ മമ്മി പറഞ്ഞ ഓർമ്മ, ആദ്യ കുമ്പസാരത്തിന് ശേഷം എൻ്റെ പപ്പ പിന്നീട് കുമ്പസാരിക്കാൻ പോയത്. ആ പോകുന്ന പോക്കിൽ 10 കൽപ്പനയും പള്ളിയുടെ നിയമങ്ങളും ഒക്കെ പഠിക്കാത്തത് കൊണ്ട് വീണ്ടും പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. പുറത്തിറങ്ങി പഠിച്ചിട്ട് കല്യാണത്തിന് വേണ്ടി ഇതെല്ലാം ചൊല്ലി കേൾപ്പിച്ച് കല്യാണം നടത്തുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ മമ്മി പറഞ്ഞുള്ള എൻ്റെ അറിവ്. ചെറിയ പ്രായത്തിലെ സഭാപരമായ
പാഠങ്ങളും വിശ്വാസങ്ങളും ലഭിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ വേദപാഠം പഠിപ്പിക്കുകയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മതപരമായ നിഷ്ഠകൾക്കൊന്നും പപ്പ എതിര് നിന്നിട്ടില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളെ 3 സഹോദരങ്ങളെയും ഓരോ പള്ളിയിലാണ് അടിമ വെച്ചിട്ടുള്ളത്. സഹോദരിമാരെ അടിമ വെച്ച പള്ളി എനിക്ക് ഓർമ്മയില്ല. എന്നെ അടിമ വെച്ചത് മമ്മിയുടെ പള്ളിയായ കിഴക്കമ്പലം പള്ളിയിലാണ്. പിന്നീട് അങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങളെല്ലാം ആ സഭയുടെ നിയമം അനുസരിച്ചാണ് അനുഷ്ഠിച്ചു പോകുന്നത്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 33 വയസ്സേ ആ സമയത്ത് എൻ്റെ പപ്പയ്ക്കുള്ളൂ. എനിക്ക് അപ്പോഴും 8 വയസ്സുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഒരു 8 വയസ്സുകാരന് സാമാന്യമായ മനുഷ്യജീവിതത്തിന്റെ എല്ലാ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു അറിവുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പ്രായോഗിക ജ്ഞാനം പണ്ടേ കുറവായി എനിക്ക് പപ്പ മരിച്ചു എന്ന ബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ വിചാരം ഏതെങ്കിലും പ്രാർത്ഥന കൊണ്ട് അച്ഛന്മാരൊക്കെ വരുമ്പോൾ പപ്പ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നതെന്നാണ് എൻ്റെ വിചാരം വന്നത്. പിന്നെ അത് മരണമാണെന്നും മരണത്തിന്റെ ഗൗരവം എന്താണെന്നും ഒക്കെ പിന്നീടുള്ള ദിവസങ്ങളിൽ ജീവിതം കൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം സത്യസന്ധമായി, പാർട്ടിയെ സംബന്ധിച്ച് സത്യസന്ധമായി പ്രവർത്തിച്ച മനുഷ്യനായതുകൊണ്ട് മരിക്കുമ്പോൾ ഒരു കുന്ന് കടമല്ലാതെ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മിയാണെങ്കിൽ അതിനു മുമ്പ് ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടുമില്ല. പെട്ടെന്നുണ്ടായ ഒരു ശൂന്യതയും അരക്ഷിതാവസ്ഥയും ഒക്കെ തരണം ചെയ്യാൻ പറ്റിയത് പിൽക്കാലത്ത് ദൈവത്തിന് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണെന്ന് ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പപ്പ പെട്ടെന്ന് മരിച്ചു. അന്നത്തെ രീതി അനുസരിച്ച് ഞാൻ അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അധികമായ അഭിപ്രായം പറയാറില്ല, തീർത്തും പറയാതിരിക്കുന്ന ആളുമല്ല ഞാൻ. അന്നത്തെ രീതി അനുസരിച്ച് ഞങ്ങളുടെ വികാരി അച്ഛൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു. അദ്ദേഹം വളരെ ഉൽപ്പതിഷ്ണുവായ മനുഷ്യനായിരുന്നു. പക്ഷെ പകരം വന്ന ഒരു പ്രായമുള്ള ഒരു ഫാദർ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് പിതാവിന്റെ മൃതദേഹം അടക്കാൻ വിസമ്മതിക്കുകയും സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാരുടെ തനി ശൈലി പാർട്ടിക്കാർ പുറത്തെടുത്തപ്പോൾ പള്ളിയിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി. മതവും പാർട്ടിയും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ നിലപാടുകളൊക്കെയാണുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അതിനുശേഷം പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ദുരിതങ്ങളുടെ ഒരു നീണ്ട ഏടുകൾ തന്നെയായിരുന്നു എന്ന് പറയാം. പറക്ക പറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് മമ്മി ഒറ്റയ്ക്ക് തുഴഞ്ഞ് പലപ്പോഴും മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിൽക്കാലത്ത് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലം എല്ലാ മതവിശ്വാസികളും, അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് അങ്ങനെ മതപരമായ വേർതിരിവുകളൊന്നും മനസ്സിലായിട്ടില്ല. അന്ന് മനുഷ്യർ തമ്മിൽ കൂടുതൽ മതവും ജാതിയും ഒക്കെ നോക്കാതെ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു നല്ല കാലഘട്ടമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ധാരാളം സുഹൃത്തുക്കൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് മതമൊന്നും നോക്കാതെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ അധികം ഹൈന്ദവരായിരുന്നു. പിന്നെ അതിന് താഴെ മുസ്ലിങ്ങളുമായിരുന്നു സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വിദ്യാഭ്യാസം ആദ്യ കാലഘട്ടത്തിലെല്ലാം ക്ലാസ്സിൽ ടോപ്പായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കാണ് ലഭിച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് ഞാനായിരുന്നു. പക്ഷെ പിന്നീട് 6ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകൂടിയത് കൊണ്ടല്ല, കാരണം ഞാൻ ഉഴപ്പിയതിനു ശേഷമാണ് ഈ കൂട്ടുകെട്ടെല്ലാം ഉണ്ടായത്. ഉഴപ്പാൻ കൂട്ടുകാരും എന്നെ നിർബന്ധിച്ചിട്ടുമില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല. എൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്ന ഭാഗങ്ങളൊന്നും മനസ്സിലേക്ക് തറയുന്നില്ല. അത് പഠനത്തിൽ തീരെ ഉഴപ്പിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന്, അന്നത്തെ പേരന്റിംഗ് അല്ലേ, കഠിനമായ ശിക്ഷകൾ ആരംഭിച്ചു. ഈ അമിതമായ പേരന്റിംഗ് കൊണ്ട് ഗുണത്തേക്കാൾ ദോഷമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് വേറെ ഒരു പാഠപുസ്തകം പഠിച്ചല്ല, എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. അപ്പൊ ഈ ശിക്ഷകൾക്കൊന്നും എന്നെ നന്നാക്കാൻ പറ്റിയില്ല. പിന്നീട് 10ാം ക്ലാസ് വരുമ്പോഴേക്കും
ഇന്നത്തെ കണക്കിന് ഒരു പുകവലിക്കുന്നതൊന്നും വലിയ തെറ്റായ ശീലമല്ലെങ്കിലും, തെറ്റായ ശീലമല്ലെന്നല്ല, അത് മോശമായ ശീലമാണ്, ദുശീലമാണ്. പക്ഷെ അത് അസാധാരണമായ ഒരു കാര്യമൊന്നുമല്ല. കൗമാരക്കാരിൽ നിന്ന് മദ്യവും ഡ്രഗ്സും ഒക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിയെങ്കിലും അന്നത്തെ കാലത്ത് ഒരു 90കളിലൊക്കെ അതൊരു കടുത്ത അപരാധം പോലെയായിരുന്നു. ഞാൻ സ്ഥിരമായി പുകവലിക്കുന്ന ഒരു ശീലത്തിന് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സൗഹാർദ്ദ സദസ്സുകൾ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. വലിയ തല്ലിനോ ബഹളത്തിനോ അങ്ങനെയുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കൊന്നും പോകാറില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ വെറുക്കുന്ന ഒരു സ്വഭാവ വൈകൃതത്തിന്റെ ഉടമയായി ഞാൻ മാറ്റപ്പെട്ടു. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പ്രായവ്യത്യാസം നോക്കാതെ ഇരട്ടപ്പേര് വിളിക്കുകയും അങ്ങനെ തീരാത്ത ഒരു ശല്യമായി മാറുകയും ചെയ്തു. നാട്ടിലിറങ്ങി മോഷണ പ്രവൃത്തികളൊന്നും ചെയ്യുകയില്ലെങ്കിലും പോക്കറ്റ് പണിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ആരംഭിച്ചു. അത് പണമായി ഇല്ലാത്തത് കൊണ്ട് ഇടുക്കിയിലെ കാർഷിക സംസ്കൃതിയിൽ മനുഷ്യന്റെ അന്നത്തെ ഒരു വരുമാനം എന്ന് പറയുന്നത് നാണ്യവിളകളായിരുന്നു. വീട്ടിൽ കൃഷി ചെയ്തിരുന്ന കുരുമുളകും കാപ്പിക്കുരു എല്ലാം അറിയാതെ മോഷ്ടിച്ചുകൊണ്ട് പോയി വിറ്റ് ആവശ്യത്തിനുള്ള പോക്കറ്റ് മണി കണ്ടെത്തുന്നെത്തി. ഒടുവിൽ ഈ പുകവലിക്കുന്ന ശീലവും മോഷണവും വീട്ടിൽ അറിയുകയും പിടിക്കപ്പെടുകയും ചെയ്തു. നാട്ടിൽ മുഴുവൻ കള്ളൻ എന്നൊരു പേരായി. അപ്പൊ കള്ളൻ എന്ന് പറയുന്ന പേരത്ര സുഖകരമല്ല എന്ന് ആദ്യമായി മനസ്സിലായത് അന്നാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം എന്ന് പറയുന്നത് പഠനത്തിൽ ഒട്ടും തീർത്തും ശ്രദ്ധിക്കാൻ പറ്റാതെയായി. എപ്പോൾ തന്നെ എന്നെ നന്നാക്കാൻ വേണ്ടി കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ കൊണ്ടുവിട്ടു. എൻ്റെ മമ്മി ആദ്യം കരിസ്മാറ്റിക് ധ്യാനങ്ങളിലെല്ലാം പോയിരുന്നു. മാത്രമല്ല സഭയിൽ നടക്കുന്ന ക്രിസ്ത്യൻ ധ്യാനം പോലെയുള്ള കുട്ടികളുടെ ധ്യാനത്തിലെല്ലാം സംബന്ധിക്കും. അവിടെയൊക്കെ സംബന്ധിക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ ബൈബിൾ വായിച്ച ഒരു ശീലമുള്ളത് കൊണ്ട് ആഴമായ പാപബോധവും പേടിയും ഉണ്ടാകാറുണ്ട്. അക്കാര്യം പറയുമ്പോൾ എൻ്റെ ബൈബിളുമായ ബന്ധം എനിക്കൊരു 5, 6, 7 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ആദ്യമായി ബൈബിൾ കാണുന്നത് POC ബൈബിളാണ്. കത്തോലിക്ക സഭയിൽ ബൈബിൾ പാരായണം തുടങ്ങി വരുന്ന കാലഘട്ടമാണ്. തുടങ്ങി വരുന്ന പറഞ്ഞാൽ അൽമായർക്ക് ബൈബിൾ വായിക്കാൻ ഉദാരമായ അനുമതി കൊടുത്ത ഒരു കാലഘട്ടം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇതുപോലെയുള്ള ബുക്ക് സ്റ്റാളുകളൊക്കെ കുറവാണ്. പള്ളിയിൽ വന്ന ഒരു ബൈബിൾ ആദ്യം വാങ്ങിയത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. ആ ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കുട്ടിക്കാലം തൊട്ട് ബൈബിളുമായൊരു ബന്ധമുണ്ട്. ആദ്യമൊക്കെ വായിച്ചിരുന്നത് പുതിയ നിയമമല്ല. പഠിക്കാൻ വിടുന്ന കാലത്തും പരീക്ഷയ്ക്ക് പരാജയപ്പെടുമ്പോഴും ഞാൻ ആവർത്തിച്ച് വായിച്ചിരുന്നത് ചരിത്ര പുസ്തകങ്ങളാണ്. അപ്പൊ അന്ന് അത് ചരിത്രത്തിന്റെ പ്രാധാന്യമൊന്നും മനസ്സിലാക്കിയിട്ടല്ല, അത് ഒരു കഥ വായിക്കുന്ന ലാഘവത്തോടെയാണ് ചരിത്രം വായിച്ചിരുന്നത്. അപ്പോൾ പഠിക്കേണ്ട സിലബസിൽ ഉൾപ്പെടാത്ത പാഠഭാഗങ്ങളും ആവർത്തിച്ച് വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിന്റെ ഉപപാഠ പുസ്തകം അത് പഠിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, അത് ഏതെങ്കിലും നോവലായിരിക്കും, അത് ആവർത്തിച്ച് വായിക്കുമായിരുന്നു. അതുപോലെ ഈ ചരിത്രത്തോടുള്ള ഇഷ്ടം കൊണ്ട്, കഥ കേൾക്കാനും വായിക്കാനുമുള്ള ഇഷ്ടം കൊണ്ട് ഈ പഴയ നിയമ പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പുസ്തകം വരെയും വായിച്ചു നിർത്തും. അവിടുന്ന് പിന്നെയും വായിക്കുമായിരുന്നു. അങ്ങനെ വായിക്കുമ്പോഴും ഉള്ളിൽ ഒരു പാപബോധം ഉടലെടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പാപബോധം ഉണ്ടെങ്കിലും ഈ പാപബോധം അനുസരിച്ച് മാനസാന്തരപ്പെടാനോ അഥവാ മാനസാന്തരം ഉണ്ടായെങ്കിൽ തന്നെ ആ മാനസാന്തരത്തിൽ നിലനിൽക്കാനോ എനിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല. എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ ആരും അറിയാതെ പ്രതിജ്ഞ ചെയ്യും, പക്ഷെ പൂർവാധിക ശക്തിയോടുകൂടെ ഉപേക്ഷിച്ച തെറ്റുകളെ എല്ലാം വീണ്ടും ചേർത്ത് പിടിക്കുന്ന, കൈവിട്ടുപോയ ഒരു സ്വഭാവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ ആ വർഷം ഞാൻ പരാജയപ്പെട്ട ശേഷം
പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ കാര്യത്തിൽ വരുത്തണം. പഠനത്തിൽ തീർത്തു ഉഴപ്പായതുകൊണ്ട് ആദ്യത്തെ വർഷം ഞാൻ പരീക്ഷ എഴുതിയില്ല. പിന്നീട് ഹാജർ ഇടാതെ ഇരിക്കുകയും പിറ്റേ വർഷം ഹാജർ അവശേഷിക്കുന്നത് സ്കൂളിൽ പോയി ഇടുകയും പിന്നീട് ഒരു പാരൽ കോളേജിൽ പഠിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ആ വർഷത്തെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പഠനത്തിന് പോകാതിരുന്നത് വീട്ടിലെ ശിക്ഷ മേടിച്ചു. 10 കഴിഞ്ഞാൽ പിന്നെ തല്ല് കിട്ടില്ലല്ലോ എന്നൊരാശ്വാസം കൊണ്ട് ഞാൻ പഠനം ഉപേക്ഷിച്ചു. ആ പഠനം ഉപേക്ഷിച്ചപ്പോൾ പിന്നീട് എന്നെ ഏതെങ്കിലും ഒരു ജോലി, എൻ്റെ മമ്മി പറഞ്ഞു, നീ ഏതായാലും ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിക്കില്ല, അതുകൊണ്ട് എന്നെ തയ്യൽ പഠിക്കാൻ വേണ്ടി വിട്ടു. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ജോലിയല്ലായിരുന്നു. എൻ്റെ അമ്മയുടെ നേരാങ്ങളമാരല്ലെങ്കിലും ചേട്ടനെയും മക്കളിലെ ആങ്ങളമാര് എറണാകുളത്ത് പള്ളിക്കരയിലുണ്ട്. അവർ പറഞ്ഞിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിക്കാം, പക്ഷെ മമ്മി വിട്ടില്ല. നീ ഇപ്പോൾ തന്നെ ശരിയല്ല, ഇനി അതും കൂടെ പഠിക്കാൻ പോയാൽ ഒട്ടും നന്നാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമില്ലാത്ത തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടു. അതും എൻ്റെ ഒരു ബന്ധുവിന്റെ അടുത്തായിരുന്നു. അദ്ദേഹം നല്ല ഒരു ടൈലറായിരുന്നു. പക്ഷെ നാട്ടിൽ മുഴുവൻ കറങ്ങി നടന്ന ഞാൻ ഈ കൂട്ടിലടച്ചിട്ട പക്ഷിയെ പോലെ അവിടെ പിടിച്ചിടപ്പെട്ടു. ഒരു 6-8 മണിക്കൂർ 10 മണിക്കൂർ ഒരു മുറിക്കകത്ത് തളച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നതിലപ്പുറമായിരുന്നു. ആ നാട്ടിലൂടെ എത്ര ബസ് പോകുന്നുണ്ട് എനിക്കറിയില്ല, ആ നാട്ടിൽ എത്ര ആളുകൾ പോകുന്നുണ്ടെന്നറിയില്ല. പക്ഷെ നാടിന്റെ പ്രധാനപ്പെട്ട ജംഗ്ഷന്റെ നടുക്കാണ് ഈ തയ്യൽക്കട എന്നുള്ളതായിരുന്നു വിചിത്രമായ കാര്യം. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടിട്ട് പോകും, എനിക്ക് പറ്റില്ല. അന്ന് വല്ലാത്ത നിക്ഷേധിയായിരുന്നു. ഈ മനസാന്തരപ്പെട്ടതിന് ശേഷമുള്ള മയപ്പെട്ട സ്വഭാവം ഒന്നുമില്ലായിരുന്നു. ആരെങ്കിലും പറഞ്ഞ പ്രായമോ തരമോ ഒന്നും നോക്കാതെ തിരിച്ച് മറുപടി പറയുമായിരുന്നു. അമ്മി പറഞ്ഞു, നീ എന്നെ നാണെടുത്തരുത്. ഞാൻ സഹിച്ചവിടെ നിന്നു. ആ സഹിച്ചു നിന്ന കാലഘട്ടത്തിലാണ് എൻ്റെ മനസാന്തരത്തിലേക്കുള്ള വഴി ദൈവം തുറന്നത്. അപ്പോൾ എൻ്റെ ദുസ്വഭാവം കൊണ്ടാണ് മമ്മി ധ്യാനങ്ങൾക്കെല്ലാം പോയി തുടങ്ങിയത്. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കുടുംബവുമായി നല്ല ബന്ധമുള്ള, ഇന്ന് അദ്ദേഹം ഒരു പാസ്റ്ററാണ്, പാസ്റ്റർ സേവ്യർ MD. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾ സേവിച്ചേട്ട എന്നാണ് വിളിക്കുന്നത്, മിക്കവാറും വരും. ദൈവത്തിന്റെ വചനമൊക്കെ സംസാരിക്കും. ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കും. ബാക്കി വിശ്വാസികൾ വന്നാലും അവരുടെ ബൈബിൾ വെച്ച് അന്നത്തെ അറിയാവുന്ന അറിവ് വെച്ച് തർക്കിക്കുമായിരുന്നു. അത്യാവശ്യത്തിനുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കൊണ്ട് തർക്കിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെ കാണുന്നത് തന്നെ ചതുർത്ഥിയായിരുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, ഒരു അതിശോക്തി പറയുന്നതല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുടയില്ലെങ്കിൽ ഞാൻ അവരുടെ കുടയിൽ പോലും കയറില്ലായിരുന്നു. കുടയിൽ കയറിയാൽ ഞാനും പെന്തക്കോസ്തിൽ പെട്ടു എന്ന് നാട്ടുകാർ വിചാരിച്ചാലോ എന്ന ഒരു ദുരഭിമാനമാണ് എന്നെ വേട്ടയാടിയിരുന്നത്. എങ്കിലും ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത് എനിക്ക് അന്നും ഇന്നും ഒരു അത്ഭുതമാണ്, എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരു അത്ഭുതമാണ്. ആരെങ്കിലും ഒക്കെ ക്യാൻവാസ് ചെയ്യാൻ വന്നാൽ, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ ക്യാൻവാസ് ചെയ്യാൻ വന്നാലും അവരെ തർക്കിച്ച് രക്ഷിച്ചിരുന്നത് ഞാനാണ്. അപാരമായ തർക്കമേഖമൊന്നും ഉണ്ടായിട്ടല്ല. സാധാരണ വിശ്വാസികൾ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തറ പറ്റിക്കാനുള്ള തറവേലകളൊക്കെ, അസഫി ഒന്നും പറയാറില്ല, ബൈബിളിനോട് ബഹുമാനം ഉണ്ടായിരുന്നുകൊണ്ട് അന്നേ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന നിർബന്ധം കൊണ്ട്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നിർബന്ധം കൊണ്ട് സംഭവിച്ചതാണ്. അതിലൊന്നാണ് എൻ്റെ മാനസാന്തരം. മനുഷ്യരാരെങ്കിലും എന്നെ ഞെക്കി പിഴിഞ്ഞ് മാനസാന്തരപ്പെടുത്തി എന്നല്ല. അപ്പോൾ ആ സമയത്തിന് ഞാൻ പല ധ്യാനങ്ങൾക്കും പോയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ധ്യാനത്തിനെല്ലാം പോയിട്ടും എൻ്റെ മാനസാന്തരം ക്ഷണികമായിരുന്നു. എനിക്ക് നിലനിൽക്കാനുള്ള അറ്റ്മോസ്ഫിയർ നിലനിന്ന സമുദായത്തിലില്ലായിരുന്നു. ആ സമുദായത്തെ ഞാൻ ഇന്നും ബഹുമാനിക്കുന്നു. യാതൊരു രീതിയിലും അതിന്റെ നന്മയല്ലാതെ തിന്മ ഒരു സ്ഥലത്തും പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എൻ്റെ പഴയ സഭ എന്ന നിലയ്ക്ക് കത്തോലിക്ക സഭയോടുള്ള 1-2 ബഹുമാന വാചകങ്ങൾ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് വിയോജിപ്പുണ്ടായിട്ടാണല്ലോ വിട്ടത്. പക്ഷെ ഉള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞുനാളിലെ ദൈവവിശ്വാസം എൻ്റെ മനസ്സിലേക്ക് തറച്ചു വെച്ചത് കത്തോലിക്ക സഭയാണ്. അവിടെ പഠിച്ച വേദപാഠങ്ങളാണ്. ഒരു 3.5 വയസ്സുള്ളപ്പോൾ മുതൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
ദൈവത്തിന്റെ മൂന്നാളത്വങ്ങൾ എത്ര വലിയ യുക്തിബോധം മനസ്സിലേക്ക് വന്ന് തിരയടിച്ചാലും എന്റെ വിശ്വാസത്തിന് ഇളക്കം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ സമീപത്തായി ആനവരട്ടി IPC സഭയുടെ ഔട്ട് സ്റ്റേഷനായ ഒരു പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പും ഈ പിൽക്കാലത്ത് പാസ്റ്ററായ സേവിച്ചേട്ടായും എന്റെ നാട്ടിൽ തന്നെയുള്ള അദ്ദേഹവും ഇന്ന് പാസ്റ്ററാണ്, പാസ്റ്റർ ഷിബു മാത്യുവും കൂടെ നിർബന്ധിച്ച് എന്നെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോയി. ആ പ്രാർത്ഥന കൂട്ടായ്മയാണ് എൻ്റെ ആദ്യത്തെ പെന്തക്കോസ് അനുഭവം. അന്ന് അവിടെ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒച്ചത്തിലുള്ള പാട്ടുകളും അതിശബ്ദഘോഷത്തിലുള്ള ആരാധനയും 2-3 മണിക്കൂർ നിലനിൽക്കുന്ന ഒരു വർഷിപ്പ് എക്സ്പീരിയൻസ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നോട് പോകുന്ന വഴിക്ക് ചോദിച്ചു, പാസ്റ്റർ ദൂത് പറഞ്ഞത് വല്ലതും നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചിരുന്ന ദൂതെന്ന് പറയുന്നത് രാജാക്കന്മാരെല്ലാം സന്ദേശം ദൂതുവാഹകന്റെ കയ്യിൽ കൊടുത്ത് പറയുന്നത് പോലെയാണെന്നാണ്. എനിക്ക് പിൽക്കാലത്താണ് ഇത് മനസ്സിലായത്. എനിക്കൊന്നും മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ ഇനി അവസാനത്തെ കൂട്ടായ്മയാണ് ഇതെന്ന് വിചാരിച്ചാണ് പോയത്. ഇനി മേലാലില്ല. കാരണം അതൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പോയതാണ്. കാരണം മറ്റൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് ആദ്യമായിട്ട് സഭായത്തിന് പോകുന്നത്. ആ സഭായത്തിന് പോകുമ്പോഴും മനസാന്തരപ്പെടാനോ ദൈവത്തെ ഭയം ഉണ്ടായതുകൊണ്ടോ പോയതല്ല. എൻ്റെ തയ്യലാശാനോടുള്ള ബഹുമാനം കൊടുത്തുപോയ വാക്ക്, രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞാണ്. പിറ്റത്തെ ആഴ്ച കൃത്യമായി എന്നെ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇയാൾ എന്നോട് വാക്ക് പറഞ്ഞതാണ്, വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ദുരഭിമാനം കൊണ്ട് ഞാൻ ചെന്ന് കയറിയതാണ് സഭാ ഹാളിൽ. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇനി മേലാലില്ല, ഇത് അവസാനത്തെ പെന്തക്കോസ് സഭയിൽ കയറ്റമാണ്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഒരു ഭവനം, ഓല വേണ്ട ഭവനമാണ്. അന്ന് അച്ചാച്ചൻ, ആന്റി എന്നാണ് വിളിക്കുന്നത്, വലിയമ്മയാണെങ്കിലും ആന്റിയുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പൊ ഈ വീട് അവർ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തത് ഒരിക്കലും കൊടുക്കില്ലെന്നാണ്. പക്ഷെ ആ വീട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊടുത്തു. ഞാൻ ആന്റിയോട് ചോദിച്ചു, എന്തിനാണ് കൊടുത്തത്? എടാ, അവര് പറയുന്ന കേട്ടപ്പോൾ എനിക്കൊരു പേടി വന്നു. അപ്പോൾ ഞാൻ കൊടുത്തുപോയി. ഞാൻ പറഞ്ഞു, അച്ചാച്ചൻ സമ്മതിക്കില്ല എന്ന് പറ. എന്തായാലും ആന്റി എന്റെ വാക്ക് കേട്ടില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഏകദേശം 28 കൊല്ലമായിട്ടും ഈ വീട് കൊടുത്ത അവര് വിശ്വാസത്തിലേക്ക് വന്നില്ല. ഇത് ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരാൻ വിമുഖത ഉണ്ടായിരുന്ന ഞാനും എൻ്റെ മമ്മിയും എൻ്റെ സഹോദരിമാരും ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്നത് ഒരുപക്ഷെ ആ കൊച്ചു കൂടിവരവ് കൊണ്ട് അവിടെ രക്ഷിക്കപ്പെട്ടത് ഞങ്ങൾ മാത്രമാണ്, ആ കുടുംബം. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി എത്രയോ പരിതസ്ഥിതികളെയാണ് ദൈവം ഒരുക്കിയെടുക്കുന്നത് എന്ന് എൻ്റെ സ്വാനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. അത് എൻ്റെ മാനസാന്തരത്തിലേക്ക് നയിച്ച കാര്യം എന്ന് പറയുന്നത് ഇനിയും ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മഴക്കാലമാണ്. അവിടെ ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഒരു പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ രാത്രി നിർബന്ധം കൊണ്ട് ഞാൻ അവിടെ പോയിരുന്നതാണ്. അവിടെ പോയിരിക്കുമ്പോൾ അന്ന് പാസ്റ്റർ KC ജോർജ്, അദ്ദേഹം ഒരു സഞ്ചാര സുവിശേഷകനാണ്. ഏത് കവലയിൽ നിന്ന് ലജ്ജയില്ലാതെ യേശുക്രിസ്തുവിനെ അദ്ദേഹം അന്നും ഉയർത്താറുണ്ട്, ഇന്നും ഉയർത്തുന്നുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചു വന്നപ്പോൾ ശക്തമായി ദൈവത്തിന്റെ വചനം സംസാരിച്ചു. ഞാൻ മാനസാന്തരപ്പെടുന്നത് ഒരു അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല, അത്ഭുതങ്ങൾക്കെതിരല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ പിടിച്ചത് അങ്ങനെയല്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അത്ഭുതങ്ങൾക്കെതിരല്ല. അദ്ദേഹം ശക്തമായി പ്രസംഗിച്ചു വന്നപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ദൈവമെടുത്താൽ നിന്റെ നിത്യത എവിടെയാകും? ഒരു ചാട്ടുളി പോലെ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് തുളച്ചു കയറി. അന്ന് രാത്രി ഞാൻ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കി. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു. ആ കാലവർഷം കലിതുള്ളി പെയ്യുന്ന കർക്കിടക രാത്രിയിലാണ് നീതിസൂര്യൻ എൻ്റെ ഉള്ളിലേക്ക് ഉദിച്ചുയർന്നത്. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തീരുമാനമെടുത്തുവെങ്കിലും എൻ്റെ പുകവലിക്കുന്ന ശീലം ഞാൻ ഉപേക്ഷിച്ചില്ല. എനിക്കതിന് പറയാൻ പല ആളുകളും ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു.
അതിലൊരാളായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സ്വഭാവം നിന്നത് ഞാൻ ആദ്യമായി ഒരു മാസയോഗം കൂടുന്നത് എൻ്റെ മാതൃസഭയിലാണ്. ആനവരട്ടി, അന്ന് ഞാൻ IPC. അന്ന് പാസ്റ്റർ K. ജോസഫ്, ഞാൻ അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജിലാണ് പിൽക്കാലത്ത് പഠിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചു വരുമ്പോൾ പുകവലിക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ എന്തിനാണ് ഒരു വിശ്വാസികളുടെ യോഗത്തിൽ, എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഇന്നത്തെ രീതി അനുസരിച്ചാണെങ്കിൽ നമ്മളൊരു വിശ്വാസികളുടെ യോഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല. അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഈ മേലാൽ പുകവലിക്കുകയില്ല. ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ശീലമായിരുന്നു. അത്ര ഒരു കിനാവള്ളി പോലെ എന്നെ വരിഞ്ഞു ചുറ്റി. മദ്യപിക്കാൻ പറ്റാതിരുന്നത് എനിക്ക് മദ്യപിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. ആ പ്രായത്തിൽ അന്ന് മദ്യപിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ സാധിക്കില്ലാത്തതുകൊണ്ട്, മദ്യം സുലഭമല്ലാത്തതുകൊണ്ടാണ്. മദ്യപിച്ചിട്ടില്ലായികയില്ല, ഒരു തുടർ മദ്യപാനിയായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ഓർത്തിരുന്നത്, ഒരിക്കലും ഈ ശീലം, ആരോഗ്യം നഷ്ടപ്പെടുമെങ്കിലും ഈ ശീലം നിന്നു പോകരുതെന്ന്. അത്ര ഹരം പിടിച്ച പുകവലിക്ക് ഉടമയായിരുന്നു. അത് സിഗരറ്റോ ബീഡിയോ ഒന്നുള്ള നോട്ടമൊന്നുമില്ല, ഓരോ ബ്രാൻഡുകൾ മാറി മാറി വലിക്കുമായിരുന്നു. വലിക്കും തോറും ഹരം വർദ്ധിച്ചു വരും. എന്നാൽ എൻ്റെ ആ പ്രസംഗം കേട്ട് തീരുമാനമെടുത്തു. പിന്നീട് ഞാൻ കവലയിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാർ രണ്ടുപേര് നിർബന്ധിച്ച് ഒരു സിഗരറ്റ് തന്നു. ഞാൻ എടുത്ത ഒരു പുക എൻ്റെ ഉള്ളിലേക്ക് എടുത്തതും അതുവരെ ഇല്ലാത്ത രീതിയിൽ നെഞ്ചും കൂടിൻ്റെ അകത്ത് വേദനയും വിലക്കവും, ഈ പുക അകത്തോട്ടോ പുറത്തോട്ടോ പോകാത്ത പോലെ എനിക്ക് തോന്നി. അന്ന് ഞാൻ പരിപൂർണമായിട്ടും ഈ ശീലം ഉപേക്ഷിച്ചു. പേടിച്ചുപേക്ഷിച്ചതല്ല, അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഞാനിത് ഉപേക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ഉപേക്ഷിച്ചത് ഇന്ന് വരെയും എൻ്റെ കൈകൊണ്ട് തൊടാൻ ദൈവം അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഗന്ധം കേൾക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. അപ്പൊ നിലനിൽക്കാൻ പറ്റാത്ത ആ സ്വഭാവത്തിൽ നിന്ന് ഒരു നല്ല കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ വലിയ ആത്മീയ സന്തോഷം ലഭിച്ചു, സ്വർഗീയ സന്തോഷം ലഭിച്ചു, ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടായി. എൻ്റെ ഇതൊന്നും ഇന്നത്തെ കാലത്തെ പോലെ ഈ വീഡിയോയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തു വെക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു സംസ്കാരം ഒന്നില്ല. പിന്നീട് കൂട്ടായ്മകളിൽ സ്ഥിരമായി സംബന്ധിക്കാൻ തുടങ്ങി. ആത്മീയ ജീവിതം ഒരു ആവേശമായി എന്നിലേക്ക് സംക്രമിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചു. ഒരു വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയുടെ മാനസിക ഉല്ലാസം എന്താണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. പിന്നീട് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാൻ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എൻ്റെ ഒരു അന്തർമുഖത്വം കൊണ്ട് മാത്രമല്ല, എന്നെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ മോർഫിൻ ഉപയോഗിക്കുമായിരുന്നാണ്. അതുപോലെ കുനിഞ്ഞ ശിരസോടുകൂടെ വാടിയ മുഖത്തോടെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഡ്രഗ് അഡിക്റ്റിന്റെ എല്ലാ ലക്ഷണങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ മയക്കുമരുന്ന് എൻ്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ലെങ്കിൽ. പക്ഷെ എന്നെ കാണുന്നവർ എൻ്റെ ആശാൻ പോലും ചോദിച്ചിട്ടുണ്ട്, താൻ മരുന്നടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല, വിശ്വസിക്കില്ല. ആശാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവൻ ഡ്രഗ് അടിക്കുമെന്നാണ് അന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, ഇത്ര മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആ മാനസാന്തരപ്പെട്ട അന്ന് തൊട്ട് എൻ്റെ മുഖത്തിന് ഒരു വലിയ പ്രകാശം വന്നു. പ്രകാശം എന്ന് പറഞ്ഞ സൗന്ദര്യം എന്നല്ല, എൻ്റെ ആ പഴയ ആ സ്വഭാവത്തിലെല്ലാം മാറ്റം വന്നു. മുഖത്തൊരു വലിയ തെളിച്ചം വന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത തയ്യൽക്കടയിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിടോ, തനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, താൻ ഒരിക്കലും ഈ കൂടെ പോകുമെന്നും ഞങ്ങൾ വിചാരിച്ചില്ല, പക്ഷെ തനിക്ക് വന്ന മാറ്റം വലുതാണ് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എന്നോട് ഒരു പ്രവാചകന്മാരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല, പ്രവചനം പറഞ്ഞിട്ടില്ല. അത് തെറ്റാണെന്നല്ല, എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ.
എന്നാൽ എൻ്റെ കൂട്ടുകാരോട് പലരോടും ദൈവവേലയ്ക്കുള്ളതാണെന്നും ദൈവം ഉപയോഗിക്കുമെന്നും ഒക്കെ ഒരുപാട് ദൂതുകളൊക്കെ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നോട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് സന്ദർഭവശാല് എൻ്റെ പ്രസംഗ ജീവിതം തുടങ്ങുന്നത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അത് IPCയുടെ പത്രികാ സംഘടനയായ PYP-യിൽ കൂടെയാണ്. ഔട്ട്സ്റ്റേഷൻ വർക്ക് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയും PYP മീറ്റിങ്ങും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് സൺഡേ വർഷിപ്പും അവിടെ ആരംഭിച്ചു. അപ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞത് 1-ാം സങ്കീർത്തനമാണ്. ഈ 1-ാം സങ്കീർത്തനം ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ബൈഹാർട്ടാണ്. അതുപോലെ 51-ാം സങ്കീർത്തനവും. പാപബോധം ഉള്ളതുകൊണ്ട് ആവർത്തിച്ച് വായിക്കുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. പക്ഷെ ആവർത്തിച്ച് വായിച്ചിട്ടും ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു മാറ്റവും വരുത്താൻ സാധിച്ചിട്ടില്ല, പേടി ഒഴികെ. അപ്പൊ ഈ 2 സങ്കീർത്തനവും കത്തോലിക്ക ബൈബിളാണ് വായിച്ചിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭവനത്തിൽ ഈ സത്യവേദ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ മാറി മാറി വായിക്കും. അങ്ങനെ മാറി മാറി വായിച്ച് ഈ 2 സങ്കീർത്തനങ്ങളും എനിക്ക് ഈ 2 ബൈബിളിലെയും മനഃപ്പാഠമായിരുന്നു. അപ്പോൾ അന്നൊരു PYP പരിപാടിക്ക് ആദ്യമായി ഒരു മനഃപ്പാഠ സങ്കീർത്തനം പറയണം, 1-ാം സങ്കീർത്തനം. ആ 1-ാം സങ്കീർത്തനം ഞാൻ അവതരിപ്പിച്ചപ്പോൾ തെറ്റാതെ പറഞ്ഞു. പക്ഷെ പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ കാല് രണ്ടും മുണ്ടിൻ്റെ ഇടയിൽ കിലുകിലാന്ന് വിറക്കുകയാണ്. ഞാൻ വലിയ കലാകാരനൊന്നും അല്ലെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകങ്ങളൊക്കെ എഴുതി കൂട്ടുകാരെയും കൂട്ടി 1000, 2000, 3000 ആളുകൾ വരുന്ന സദസ്സിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭയവും തോന്നിയിട്ടില്ല. പക്ഷെ അന്ന് ജീവിതത്തിൽ ആദ്യമായി 30 പേരിൽ താഴെയുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ സങ്കീർത്തനം മനഃപ്പാഠം പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കാലുകൾ വിറച്ചതെന്താണെന്ന് ഞാൻ ചിന്തിച്ചു. എല്ലാവരുടെ അനുഭവം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പാഠം പഠിച്ചു. മറ്റേത് പുസ്തകവും കൈകാര്യം ചെയ്യുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകം പ്രസംഗിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അനുഭവം കൊണ്ട് പഠിച്ച ദിവസമായിരുന്നു അന്ന്. പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെയും വേദപുസ്തകം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവാത്മാവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമം ഉയർത്താൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണെന്നും മനസ്സിലാക്കി ആ വിധേയ മനോഭാവത്തോടെയാണ് ദൈവത്തിന്റെ വചനം സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് എൻ്റെ പ്രസംഗ ജീവിതത്തിലേക്ക് വരുന്ന കാര്യമാണ്. അന്നും ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ആ പ്രസംഗ ജീവിതത്തിലേക്ക് വരുന്നതും ഈ PYP-യിൽ കൂടെയാണ്. ആദ്യമായി പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്ക് വലിയ ബോധമൊന്നുമില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് പ്രസംഗിച്ചത്. കണ്ണുമടച്ചിരുന്ന ഏതൊക്കെയോ പറഞ്ഞു. എന്നാൽ പിന്നീട് പ്രസംഗം പരിശീലിക്കാൻ ആരംഭിച്ചു. അതും PYP-യിൽ കൂടെ തന്നെയാണ്. അങ്ങനെ പഠിച്ച് പ്രസംഗിക്കുകയും അങ്ങനെയാണ് ക്രമേണ മെച്ചപ്പെട്ട ഒരു പ്രസംഗനാണെന്നുള്ള അഭിപ്രായം എനിക്ക് അന്നുമില്ല, ഇന്നുമില്ല. ആ പ്രസംഗ ശുശ്രൂഷയിൽ എൻ്റെ ബാലപാഠങ്ങൾ ആരംഭിച്ചത് അവിടെ നിന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1996 ഏപ്രിൽ മാസം 14-ാം തീയതി അമ്പഴച്ചാല് പുഴയിൽ ആനവട്ടി IPC സഭയിലെ ശുശ്രൂഷകൻ പാസ്റ്റർ തോമസ് തോമസിന്റെ കൈക്കീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജലസ്നാനം സ്വീകരിച്ചു. ആ സ്നാനം സ്വീകരിച്ച സമയത്ത് എനിക്ക് വേദപഠനത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സഭയിലെ മൂപ്പന്മാരും പാസ്റ്റർമാരും എല്ലാം പറഞ്ഞതനുസരിച്ച് ഒരു ശിഷ്യനായി സഭയിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഈ 2-ാമത്തെ വർഷത്തിലും എന്നോട് ആരും ദൈവവേലയ്ക്ക് പോകണമെന്ന് ദൂത് പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നു. നിരന്തരമായി ഉപവാസ പ്രാർത്ഥനകൾ എവിടെയുണ്ടെങ്കിലും പോയി സംബന്ധിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ അന്യഭാഷ അടയാളത്തോടുകൂടെ ആത്മനിർവ് പ്രാപിച്ചിരുന്നില്ല. അതിനുള്ള വാഞ്ചയുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിരുന്നില്ല. പോകുന്ന പ്രാർത്ഥനയ്ക്കൊന്നും ഒരു പ്രവാചകന്മാരും എന്നോട് ദൂത് പറഞ്ഞിട്ടില്ല. ആ ദൈവാസൻ ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കൊല്ലത്തുള്ള വൈ തോമസ് എന്ന പാസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ പിന്നീടും കണ്ടിട്ടില്ല, മുമ്പും കണ്ടിട്ടില്ല. അന്ന് പ്രസംഗിച്ച ഭാഗം ഇതാണ്: അടിയനീത അടിയനെ അയക്കണമേ.
ഞാൻ അന്ന് കർത്താവായ യേശുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ പറഞ്ഞു, ദൈവമേ, ഒരു പ്രവാചകന്മാരും എന്നോട് ദൂത് പറഞ്ഞിട്ടില്ല, പക്ഷെ അടിയനീത അടിയനെ അങ്ങയുടെ വേലയ്ക്ക് അയക്കണമേ. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്തു. പിന്നീട് എന്റെ സഭയിൽ നടന്ന മീറ്റിങ്ങുകളിൽ, കാത്തിരിപ്പ് യോഗങ്ങളിലെല്ലാം ദൈവാസന്മാരെ സമർപ്പിക്കാൻ പറയും, ഞാൻ സമർപ്പിക്കും. ഇതിനിടയ്ക്ക് ചിലരെ നിരുത്സാഹപ്പെടുത്താനുള്ള വാക്കുകളും ഇല്ലാതിരുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാതെ ദൈവവേലയ്ക്ക് പോകരുത്. അപ്പോൾ അന്ന് എനിക്ക് ഒരു ധൈര്യം നൽകിയ ഒരാളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇന്നൊരു പാസ്റ്ററാണ്, എന്റെ മാതൃസഭയിലെ മെമ്പറാണ്, പാസ്റ്റർ CM റോയ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഷിജുവിന് ആത്മഭാരമുണ്ടോ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൊക്കോ, അതില്ലെങ്കിൽ ഒരിക്കലും പോവുകയും ചെയ്യരുത്. അങ്ങനെ ഞാൻ വചനം പഠിക്കാൻ വേണ്ടി പെരുമ്പാവൂരുള്ള അഗപ്പെ ബൈബിൾ കോളേജിൽ 1997 ചേർന്നു. ആ 97 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ ദൈവവചനം പഠിച്ചു. 10ാം ക്ലാസ് പരാജയപ്പെട്ട ഞാൻ അവിടെ വചനം പഠിക്കാൻ വേണ്ടി പോയി. 10ാം ക്ലാസ് പരാജയപ്പെട്ടവർക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജുകൾ ഇന്ന് വളരെ വിരളമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. അന്ന് ആ കോളേജിൽ പോയി. ആ കോളേജിൽ വെച്ചാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് അന്യഭാഷ അടയാളത്തോടു കൂടെ. അതും ഒരു നിർബന്ധം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. കോളേജിൽ ചെല്ലുന്ന സമയത്ത് അധ്യാപകരെല്ലാം ഈ വിഷയം സംസാരിക്കുമ്പോൾ എനിക്കില്ലാത്തത് കൊണ്ട്, ഇതുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ പിടിച്ചു നിൽക്കണം, അധ്യാപകരോട് തർക്കിക്കാൻ ആരംഭിച്ചു. തർക്കിക്കാൻ ആരംഭിക്കുമ്പോൾ ഒരു സാറ് മാത്രം, അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും എഴുന്നേൽപ്പിച്ച് നിർത്തും. പാസ്റ്റർ ജോസ് പീറ്ററാണ് അദ്ദേഹം. അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം എഴുന്നേക്കാൻ പറയും, എഴുന്നേക്കും. സാറിനോട് അരച്ചു കലക്കി കുടിക്കാനുള്ള കലിയാണ്. ഒരു പ്രാവശ്യം, എന്നാൽ ഇനി ശരി, ഇത് നിർത്തിച്ചേക്കാന്ന് വിചാരിച്ച് പറഞ്ഞു, ഇങ്ങനെ പോയാൽ പറ്റില്ല സാറേ, ഇന്ന് കുറെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരുത്തനും എന്നോട് തർക്കിക്കാൻ വരണ്ട, നീ പ്രാപിച്ചിട്ട് വന്നിട്ട് തർക്കിക്കാന്ന് പറഞ്ഞു. ഞാൻ പെട്ടു. പക്ഷെ ഉള്ളിൽ ആഗ്രഹം കൂടി വന്നു. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പെരുമ്പാവൂര് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ പ്രാർത്ഥന നടക്കുകയാണ്. ബൈബിൾ കോളേജിലെ സഹോദരന്മാർ തന്നെയാണ്. അവരിരുന്ന് ശക്തമായ ആത്മാവ് നിറഞ്ഞ് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ മുറി കയറിയിരുന്നു. ചായം പൊക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം എന്ന ദിവാസനാണ്, പാസ്റ്റർ ജോബി ജോസഫ് എന്നെ നിർബന്ധിച്ചു, എടോ അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അധ്യാപകരെ പേടിച്ച് അവിടെ പോയിരുന്നതാണ്. പക്ഷെ ആ ഇരുന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഞങ്ങളുടെ തന്നെ 2 സഹോദരന്മാര് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തിന്റെ ആത്മനിറവ് പ്രാപിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നീട് ജീവിതത്തിൽ വലിയ പ്രകടമായ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും വലിയ ആത്മസംസർഗം അനുഭവിച്ചറിയാൻ പറ്റി. അപ്പൊ സുവിശേഷ വേലയില് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് പരസ്യയോഗങ്ങളാണ്. ഈ പരസ്യയോഗങ്ങൾക്ക് പ്രേരണ എന്ന് പറയുന്നത് ആരെങ്കിലും പരസ്യയോഗം നടത്തുന്നത് കണ്ടിട്ടാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ഈ പരസ്യയോഗങ്ങളോട് ഒരു വലിയ പ്രാന്തമായ ആവേശം എന്നുള്ള വാക്ക് ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നതല്ല, പ്രാന്തമായ ഒരു ആവേശം തന്നെ ഉണ്ടാകാനുള്ള കാരണം, എന്നെ ആ സമയത്ത് വചനം പഠിപ്പിച്ച് ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പും തളപ്പുരത്തറയിലെ KJ സാംസൺ സാറ് നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ചെറിയ ബെഞ്ചുണ്ട്, ആ ബെഞ്ചിലിരുത്തി ബൈബിൾ തന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തോടെടുത്ത ഒരു പ്രതിഷ്ഠയായിരുന്നു, കർത്താവേ, നീ ഇതിൽ എനിക്ക് മറുപടി തന്നാൽ ഞാൻ കവലകൾ തോറും നിന്റെ സാക്ഷിയായിക്കൊള്ളാം. അപ്പൊ അപ്പച്ചന്റെ ആ ശൈലി ഞാനും അനുകരിച്ചു. എനിക്ക് പ്രത്യേകിച്ച് വേറൊരു ആവശ്യമൊന്നുമില്ല. കർത്താവെ, നീ എന്നെ നിന്റെ വേലയ്ക്ക് വിളിച്ചാൽ ഞാൻ കവലകൾ തോറും നിന്റെ നാമം ഉയർത്തിക്കൊള്ളാം. ദൈവം ആ വാക്ക് സ്വീകരിച്ചു. എനിക്ക് കവലയിൽ ഒരുപാട് കവലകളിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ അന്നു തൊട്ട് ഇന്ന് വരെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായി എന്നെ ഒരു പരസ്യയോഗത്തിന് ഞാൻ പ്രസംഗിപ്പിക്കുന്നത് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാന കാരണമായ സേവർ പാസ്റ്റർ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരുള്ളിടത്ത് അന്നൊരു കൊച്ചു ഹാൻഡ് മൈക്കിലാണ് ഒരു രാത്രി ആദ്യമായി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം
എന്റെ അന്നത്തെ ചിന്ത അനുസരിച്ച് മലവെള്ളപ്പാച്ചിൽ പോലെ സ്പീഡിലായിരുന്നു. നാട്ടുകാർക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാൽ പിന്നീടും കവലകളിൽ ആവർത്തിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. ബൈബിൾ കോളേജിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രസംഗ തുടർന്നു വന്നു. അതിലൊരു രസകരമായ അനുഭവം ഞാൻ എനിക്ക് കർത്താവിന് വേണ്ടി തല്ലുകൊള്ളാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിനുള്ള ഭാഗ്യം വളരെ അപൂർവ ആളുകൾക്ക് മാത്രമേ ദൈവം കൊടുക്കാറുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആക്ഷേപങ്ങൾ കേൾക്കാനും പ്രതിരോധങ്ങൾ നേരിടാനും ഒക്കെ എനിക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഭാഗ്യമായി തന്നെ കരുതുന്നു. ദൈവത്തിന്റെ നാമത്തിൽ ഒരു അപവാദം കേൾക്കേണ്ടി വന്നാലും അത് ഭാഗ്യമായി കരുതുന്നതുകൊണ്ട് അങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒന്നാമത്തെ വർഷം ഞങ്ങൾ പൈമറ്റം എന്ന് പറഞ്ഞ സ്ഥലം, ഒരു മതസ്പർദ്ധയ്ക്കും വേണ്ടി പറയുന്നതല്ല, തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വിയോജിക്കാനുള്ള എല്ലാ മതസ്ഥരുടെയും അവരുടെ അവകാശത്തെ ഞാൻ വകവെച്ചു കൊടുക്കുന്നു, ബഹുമാനിക്കുന്നു. ആ പൈമറ്റം എന്ന സ്ഥലത്ത് ഞങ്ങൾ ആവർത്തിച്ചു പോയി പരസ്യയോഗം നടത്തുവാൻ. അങ്ങനെ നടന്നപ്പോൾ അവിടെ 99.9% മുസ്ലിംസ് ആണ്. 96-ലാണെന്ന് ഓർക്കണം. ഇന്നത്തെ പോലെ മാധ്യമങ്ങളില്ല, അപ്പോളജിസ്റ്റുകളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ആർ കൃഷ്ണൻകുട്ടി സാറിനെ പോലെയുള്ള വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ അന്നുള്ളൂ. അവരത് ഭംഗിയായിട്ട് നിർവഹിച്ചു. തീർച്ചയായിട്ടും അവർ നമ്മുടെ പൂർവികരും മാർഗദർശികളുമാണ്, അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പരസ്യവും നടത്തിയപ്പോൾ ഒരു 100-നടുത്ത് വരുന്ന മുസ്ലിം യുവാക്കളെ ഞങ്ങളെ വളഞ്ഞു. ആ ഭാഗത്ത് 99.9% മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമാണ്. അവർ വളഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ചെറിയ മയക്ക് കേടായി ഏറ്റുപറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഒരാൾ പ്രസംഗിച്ചാൽ മതി. പ്രസംഗിച്ചപ്പോൾ ചായ മേടിച്ചു തന്നിട്ട് ഒരാൾ പോയി. ഇതെല്ലാം മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. കുറെ മുസ്ലിം യുവാക്കൾ ഞങ്ങളെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എല്ലാവരും ഒന്നും ഈ സൗമ്യരായ മനുഷ്യരല്ലായിരുന്നു. എന്നാൽ അവരുടെ ക്ലാസ് പിടിച്ച ഒരാൾ നല്ല സൗമ്യനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഇവര് പറയുന്ന പോലെ തല്ലുവൊന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചോദ്യവും ബഹളവും അവിടെ നടന്നുകൊണ്ടിരുന്നു, നിർബാധമായി നടന്നു. അങ്ങനെ നടന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ബൈബിൾ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോൾ, എന്താണ് ആ ഭാഷയിൽ ഇത് നിങ്ങൾ പറയാത്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതിന് ഞങ്ങൾ കൃത്യമായൊരു മറുപടി അന്നത്തെ അറിവിൽ കൊടുക്കാൻ പറ്റി. ഒരു ഭാഷയും ദൈവത്തിന് വിശുദ്ധമല്ല, ദൈവത്തിന് ഒരു ഭാഷയ്ക്കോടും വിരോധവുമില്ല എന്ന് പറഞ്ഞു. ഉടനെ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ബൈബിൾ മൊത്തം കാണാപ്പാട് അറിയാമോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഇത് പ്രസംഗിക്കുന്നത് ചോദിച്ച് ബഹളമായി. ആ സമയത്ത് ദൈവം അത്ഭുതകരമായി രക്ഷിച്ചത് 2 കിലോമീറ്റർ അപ്പുറത്ത് പരീക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു യാക്കോബയക്കാരൻ നന്നായി മദ്യപിച്ച്, ഇന്നത്തെ ഭാഷയിൽ കോൺ തെറ്റി അവിടെ ഒരു തൂണിച്ചാരി നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കണ്ട് വന്ന് ഇടപെട്ടു. നിനക്ക് ഖുർആൻ മൊത്തം കാണാപ്പാട് അറിയാമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവരും പോകാൻ പറഞ്ഞു, ഓടിച്ചു വിട്ടു. അങ്ങനെ ദൈവം ഒരു മദ്യപനെ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മദ്യപനിൽ കൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടു അവിടെ നിന്ന്. എന്നാലും ഞങ്ങളെ പരസ്യമായ പ്രവർത്തനങ്ങൾ തുറന്നു പോന്നുകൊണ്ടിരുന്നു. ഇതുപോലെ സമാനമായ നിരവധി അനുഭവങ്ങൾ ഈ പരസ്യയോഗ സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പരസ്യയോഗത്തിന് ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ സഹോദരൻ ഷിജു പീറ്റർ, സേവർ പാസ്റ്റർ, ജോബി ജോസഫ്, പാസ്റ്റർ സാംകുട്ടി ജെയിംസ്, ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, പാസ്റ്റർ വൈക്കം സിദ്ധാർത്ഥൻ, മിക്കവാറും മൈക്കില്ലാതെ പോയി വൈകുന്നേരങ്ങളിൽ പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുമ്പോഴും എതിർപ്പുകളും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നും ചില വ്യക്തികൾ മാനസാന്തരത്തിന്റെ വക്കിൽ വരെ എത്തുന്ന, മാനസാന്തരപ്പെടുന്ന അനേക അനുഭവങ്ങൾ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇന്നും ആ ശുശ്രൂഷ അഭംഗുരമായി ഇങ്ങനെ തുറന്നു വരികയാണ്. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം ഞാനൊരു ഇൻഡിപെൻഡന്റ് സഭയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ സഭയിൽ ഒരു 1.5 വർഷമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അവിടെ പാസ്റ്ററായിട്ട് ചെല്ലുമ്പോൾ ചെറിയ പ്രായമാണ്. എനിക്ക് സന്തോഷമോ പേടിയോ ഒക്കെ തോന്നിയത്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്
ശരിക്കും പറഞ്ഞാൽ ഈ നിക്കറ് പോലും ഇല്ലാത്ത പ്രായത്തില് എന്നെ കവിളി പിടിക്കുക എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പരച്ചായന്റെ അമ്മാമ്മയുടെ സഭയിലാണ് ഞാൻ പാസ്റ്ററായിട്ട് അവരെ ഉപദേശിക്കാൻ വേണ്ടി ചെല്ലുന്നത്. എങ്കിലും ദൈവത്തിന്റെ കൃപയാല് അവരോട് അന്നോട്ട് ഇന്ന് വരെ സൗഹാർദ്ദമായി പെരുമാറാനും ശുശ്രൂഷകൾ നിർവഹിക്കാനും ഒക്കെ സാധിച്ചു. പിന്നീട് പ്രസ്ഥാനം ലക്ഷണങ്ങളാൽ അവർക്ക് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് എന്റെ വിവാഹം നടക്കുന്നത്. 2002 ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഞാൻ വിവാഹിതനാകുന്നത്. എൻ്റെ വൈഫിന്റെ വീട് കോട്ടയം ജില്ലയിലെ കാണക്കാരിയാണ്. ക്രിസ്റ്റീന ഷിജു എന്നാണ് പേരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീട് 1.5 വർഷം വയനാട്ടിൽ വേൾഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ പ്രവർത്തനത്തിലായിരുന്നു, തോമാട്ടുചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ സമയത്ത് ജീവിതത്തിലെ പല പാഠങ്ങളും പഠിച്ച സമയമായിരുന്നു. ശക്തമായ പൈശാച പോരുകൾ ഇതുണ്ടെന്ന് എനിക്ക് ബൈബിളിൽ അറിയാമെങ്കിലും ജീവിതത്തിൽ നേരിട്ട് കണ്ടത് അവിടെ വെച്ചായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാക്ഷ്യങ്ങൾ പറയുമ്പോൾ വിശ്വാസ സമൂഹത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ തോന്നലാണെന്നോ അബദ്ധമാണെന്നോ ഒക്കെ വിചാരിക്കുന്നവരുണ്ടാകാം. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഒരു പഴയ മില്ലിന്റെ കെട്ടിടത്തിലാണ്. ചാണകം പോലും മെഴുകാത്ത ഒരു തറയാണ് പാഴ്സനേജ്. പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചായ്പാണ്. പഴയ മില്ല് പ്രവർത്തിച്ച കെട്ടിടമാണ്. ഒരു വലിയ തടിയുടെ കഥകല വാതില്. ആ വാതിലാണെങ്കിൽ ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഇരുമ്പ് കമ്പി കൊണ്ടാണ് അതിന് ക്രോസ് ചെയ്ത് അടച്ചിരിക്കുന്നത്. പക്ഷെ രാത്രി സമയത്ത് ശക്തമായ മുട്ടുകൾക്കും വാതിലിനൊരു തരിമ്പ് പോലും കുലുക്കം ഉണ്ടാവില്ല. ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, ഒരു ജീവി ഉണ്ടാവില്ല. ഇതുപോലത്തെ പൈശാചികമായ പോരാട്ടങ്ങൾ. 1 വർഷമായപ്പോൾ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിനാണെങ്കിൽ ഏത് സമയത്തും എന്തോ കണ്ടുള്ള കരച്ചിലും മിക്കവാറും മുഖമെല്ലാം മാന്തി കീറിയതുപോലുള്ള പാടുകളുമായിരിക്കും. ശക്തമായ പ്രാർത്ഥന ആരംഭിച്ചു. പോരാട്ടവും അതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും 1.5 വർഷം കൂടുതൽ സമയമൊന്നും നിൽക്കാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലെ ചില ആവശ്യങ്ങൾ കൊണ്ട് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. എങ്കിലും അവിടെ പറയുന്നൊരു കാര്യം, ഒരനുഭവം, ഈ വളരെ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിച്ചത്. അതിൽ സന്തോഷമേ ഉള്ളൂ. ജീവിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ ഓരോരുത്തരും വ്യത്യസ്തമാണല്ലോ. ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലാണ് ആഹാരം എല്ലാം പാചകം ചെയ്തിരുന്നത്. ഒരു പ്രാവശ്യം ഗ്യാസ് സ്റ്റൗ മണ്ണെണ്ണ തീർന്നുപോയി. വളരെ കുറച്ച് മാത്രം മണ്ണെണ്ണ ഉണ്ട്. വേറെ ഒരു വഴിയില്ല. വിളിക്കാനും മുട്ടാനും വാതിലുകളൊന്നുമില്ല. സകല പിടിയും വിടുമ്പോഴാണല്ലോ ദൈവത്തെ കയറി നമ്മൾ ആശ്ലേഷിക്കുന്നത്. ആ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അന്ന് മണ്ണെണ്ണയും റേഷനാണ്, കിട്ടാനും പാടാണ്. കിട്ടും, ബ്ലാക്കിലും കിട്ടും, പക്ഷെ അതിനുള്ള നിർവാഹമില്ല. ആ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത മണ്ണെണ്ണ വാങ്ങാൻ 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസവും ആ ചെറിയ ഇന്ധനം കൊണ്ട്, ഒരു 1/2 ലിറ്ററിൽ താഴെയുള്ള ഇന്ധനം കൊണ്ട് ആ ഗ്യാസ് സ്റ്റൗ പ്രവർത്തിച്ചു. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ദൈവം കരുതുന്ന ദൈവമാണെന്നുള്ള ഒരു ചെറിയ പാഠം, വലിയ വലിയ പാഠങ്ങളൊന്നും അല്ലെങ്കിലും എന്നെ വലിയ പാഠം പഠിപ്പിച്ച ഒരു ചെറിയ സംഭവം അങ്ങനെ ജീവിതത്തിലുണ്ടായി. പിന്നീട് ഇങ്ങോട്ട് പോരുമ്പോഴും നീണ്ട കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നതിന് ശേഷം, അത് ഇതെല്ലാം ഞാൻ സ്വതന്ത്രമായ മനസ്സോടെയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വിമർശിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള എല്ലാ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വതന്ത്രമായ മനസ്സിലേക്കാണ് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആകെ പഠിച്ചൊരു ജോലി തയ്യലാണ്. അത് പൂർത്തീകരിച്ചില്ല. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. ബൈബിൾ കോളേജിൽ പോകുന്ന പറയുമ്പോൾ എൻ്റെ ആശാൻ അതിനു മുമ്പ് കട നിർത്തി ബൈബിൾ കോളേജിൽ പോയി. ഞാനും പണി നിർത്തി. പിന്നീട് സുവിശേഷ വേലയ്ക്ക് മുമ്പ് ജീവിക്കാൻ വേണ്ടി ഒരു ജോലിയും ഞാൻ ചെയ്തിട്ടില്ല. വല്ല സീസണിലും ചെയ്യുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള കുരുമുളക് പറിക്കലോ കാപ്പിക്കുരു പറിക്കലോ ഉള്ള അങ്ങനെ സീസണബിളായ ഏതെങ്കിലും ജോലി അല്ലാതെ സ്ഥിരമായി നിത്യവൃത്തിക്ക് വേണ്ടി ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല. പക്ഷെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ജീവിക്കാൻ വേണ്ടി പഠിച്ച ജോലികളുണ്ട്. ജീവിതം വളരെ പരിതാപകരമായപ്പോൾ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാനതൊരു പുതിയ കാര്യമായിട്ട് പറയല്ല. ഇത് പറയുമ്പോൾ ഇന്നും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ദിവാസന്മാരുണ്ട്. അപ്പോൾ 2000
9 8 മുതൽ ഞാൻ മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഗതികെട്ട് ഞാൻ പഠിച്ച പണിയാണ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ 8 വർഷം ഈ പെയിന്റിംഗ് ജോലിയിൽ കൂടെ ജോലി ചെയ്യുകയും സുവിശേഷ പ്രവർത്തനം നടത്തുകയും ചെയ്തു. 2012 മുതൽ 2016 വരെയും IPCയുടെ ഇടുക്കി നോർത്ത് സെന്ററിലാണ് സഭാ ശുശ്രൂഷയില്ലാത്ത ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ പ്രവർത്തിച്ചു. 2016 മുതൽ 2018 വരെയും IPCയുടെ നെടുങ്കണ്ട സെന്ററിലെ ഒരു ശുശ്രൂഷകനായിരുന്നു. 2018 ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പുനരാരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് തുടർച്ചയൊന്നും ഉണ്ടായില്ല. 2018 സംസ്ഥാന സർക്കാരിന്റെ തുല്യതാ പദ്ധതിയിൽ 10ാം ക്ലാസ് 2ാമതായി എഴുതി ജയിച്ചു. അതേ വർഷം തന്നെ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ PG കോഴ്സിന് ചേർന്നു. അങ്ങനെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ അംഗീകൃത ശുശ്രൂഷകനായി. ഈ അംഗീകൃത ശുശ്രൂഷകനായത് ഞാൻ IPCയുടെ വൈക്കം സെന്ററിൽ നിന്നാണ്. ബഹുമാന്യനായ ലോക പ്രസിദ്ധനായ രാജു ആനിക്കാട് സാർ, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് PG കോഴ്സിന് ചേർന്നതും. അങ്ങനെ ചേരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും സഭാ ശുശ്രൂഷ ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ഒട്ടും അറിയാത്ത 2-3 പ്രവാചകന്മാര് എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നപ്പോൾ 2019 ശേഷം 2018-19 ശേഷം 2020 കോവിഡ് വന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ ഞാനിവിടെ കോട്ടയത്ത് പെട്ടുപോയി എന്ന് പറഞ്ഞാൽ വൈഫിന്റെ ഭവനത്തിൽ വന്നാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവധിക്ക് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു അനിയൻ കാനത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനം നിർമ്മാണമായിരുന്നു. അതിനെല്ലാം പങ്കെടുത്ത് ശേഷം ഇനി ജൂൺ മാസം 1-ാം തീയതി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ലോകം മുഴുവൻ അടച്ചിട്ട് കോവിഡ് വന്നു. ആ കോവിഡ് കാലഘട്ടം ലോകം മുഴുവൻ അടച്ചിട്ട കാലഘട്ടമായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം വഴി തുറന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടെ പെട്ടുപോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകാൻ സാധിക്കുകയില്ല, പുറത്തു പോകാൻ പറ്റുകയില്ല, ഒരു വഴിക്കും പോകാൻ പറ്റില്ല, ആകെ പുറത്തു പോകാൻ പറ്റാത്ത നിരാശ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ഈ വൈക്കം സെന്ററിൽ ശുശ്രൂഷിക്കുന്ന കുറുപ്പന്തറ സഭയിലെ ശുശ്രൂഷ ഏൽക്കുന്നത്. ആ കുറുപ്പന്തറ സഭയിലെ വരാൻ വന്ന പ്രായമുള്ള ഒരു ദിവാസൻ അങ്ങോട്ട് പോകാനുള്ള പദ്ധതികൾ മാറ്റിവെക്കുകയും എന്നെ അവിടെയുള്ള ജോണിച്ചാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്നോട് മുൻകൂട്ടി പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ആലോചനകൾ പോലെ ഒത്തുവന്നപ്പോൾ ഞാൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. അതിനുശേഷം ഇപ്പോൾ അവിടുന്ന് മാറ്റം ലഭിച്ചു മുണ്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ തന്നെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നു. എൻ്റെ പരസ്യയോഗ അനുഭവങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഇടുക്കിയിലുള്ള ഇമ്മാനുവൽ ഗോസ്പൽ ടീമുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം. അന്ന് മുതൽ എന്ന് പറയുമ്പോൾ 2015 മുതൽ ഇന്ന് വരെയും ഇടുക്കി ഇമ്മാനുവൽ ഗോസ്പൽ ടീമിനോട് ചേർന്ന് പരസ്യയോഗ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കാനും പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കാനും എനിക്ക് അവസരമുണ്ടായത് ഇടുക്കി ഇമ്മാനുവൽ ടീമിനോട് ചേർന്നാണ്. അതിന്റെ ഡയറക്ടർ ബഹുമാന്യനായ സുവിശേഷകൻ ഏലിയാസ് തെക്കേത്തോട്ടത്തിൽ അവറുകളാണ്. ഒരു തികഞ്ഞ മദ്യപനും നാട്ടിൽ അറിയപ്പെടുന്ന കേടിയും, അദ്ദേഹത്തിന്റെ മർദ്ദനം കൊണ്ട് ഭാര്യയും മക്കളും ഒക്കെ കൊക്കോച്ചോട്ടിൽ ദിവസങ്ങൾ കിടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മെരുക്കമില്ലാത്ത മനുഷ്യനായിരുന്നു. പോലീസ് ലോക്കപ്പ് അദ്ദേഹത്തിന് മിക്കവാറും അദ്ദേഹത്തിന്റെ വാസസ്ഥലമായിരുന്നു. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും തന്നെ പോലെ തന്നെ ഈ സാമൂഹിക തിന്മയുടെ പിടിയിൽപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഈ കവലകൾ തോറും യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി. അനേകര് മദ്യപന്മാര് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് മാനസാന്തരപ്പെടുന്നത് ഒരു സഹപ്രവർത്തനം നിലയ്ക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഇമ്മാനുവൽ ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനങ്ങളാണ് എൻ്റെ പരസ്യയോഗ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായി തീർന്നത്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരസ്യയോഗ ശുശ്രൂഷകൾക്ക് ഒരു പ്രവർത്തനത്തിന് ഒരു ഉത്സാഹം നൽകിയത് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ചേർന്ന് രൂപീകരിച്ച ഇന്ന് ആ ടീം പ്രവർത്തിക്കുന്നില്ല. അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഇടുക്കി കേന്ദ്രമാക്കിയ ഒരു ടീമും ഉണ്ടായിരുന്നു. എന്നാൽ ഇമ്മാനുവൽ ഗോസ്പൽ ടീം ഇന്നും കേരളത്തിന്റെ 14 ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലും ഏലിയാസ് അച്ചായന്റെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് എൻ്റെ പരസ്യയോഗ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ മേഖലകളിലേക്ക് പ്രവേശിക്കാനും ഈ ശുശ്രൂഷയ്ക്ക് വികസനം ഉണ്ടാകാനും ദൈവം ഒരു അവസരം ഒരുക്കിയത്. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ആദ്യമായി ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത്. കൺവെൻഷൻ വേദികളിലും കൂടുതലായി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നൽകുന്ന ജ്ഞാനത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം ഇന്ന് വരെയും ആ ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തുറന്നും ദൈവം എന്താ ആഗ്രഹിക്കുന്നുവോ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, വികസനതയ്ക്ക് വേണ്ടി കർത്താവ് തരുന്ന ആയുസ് മുഴുവൻ കർത്താവിന്റെ രാജ്യത്തിന്റെ വർധനവിന് വേണ്ടി വിനിയോഗിക്കാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ടും എനിക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ അവസരം നൽകിയ വളരെ ബഹുമാന്യനായ ഡാനിയൽ ജോൺ സാറിനോട് എൻ്റെ ഹൃദയം തൊട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അരോമ TV-യിൽ ഇന്ന് രാവിലെ സമയം എളിയവന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ദൈവം സഹായിച്ചു. കർത്താവെ, ഇതിന് അവസരം ഒരുക്കി നൽകിയ ദാനിയൽ സാറിനെയും മോൻസി സാറിനെയും ഇത് കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷിയെ ഉളവാക്കും. ഞങ്ങൾ അങ്ങനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ഇത് കേട്ട ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗം അവർക്ക് പ്രേരണയായിട്ടുണ്ടെങ്കിൽ കർത്താവിനെ കൂടുതൽ നന്നായി അനുഗമിക്കാനും സേവിക്കാനുമുള്ള വലിയ കൃപ പകർന്നു കൊടുക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ, ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നിരന്തരമായി ഇടപെടുന്നവനും ഇന്നും നയിക്കുന്നവനുമാണ് എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഏതെങ്കിലും മാനസിക പ്രയാസങ്ങൾ കൊണ്ടോ രോഗം കൊണ്ടോ മറ്റെന്തെങ്കിലും വൈഷമ്യങ്ങൾ കൊണ്ടോ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിപൂർണമായ ദൈവത്തിന്റെ മറുപടിയും ആശ്വാസവും അങ്ങ് കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. സർവോപരി ഈ സന്ദേശം കേട്ടവരെയും ഇനി കർത്താവിലുള്ള ദിവസങ്ങളിലെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നവരെയും പറയുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവെ, ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന മുഴുവൻ വ്യക്തികളെയും അങ്ങയുടെ ദാസനായ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ ഷിജു ആന്റണി അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവദാസനോടും കുടുംബത്തോടും ശുശ്രൂഷ മണ്ഡലത്തോടും ഉള്ളതായ ദൈവീയ പദ്ധതികളെ കുറിച്ചുള്ളതായ അനുഭവങ്ങൾ പറയുവാൻ ഇടയായി തീർന്നല്ലോ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കവലകൾ തോറും സഞ്ചരിച്ച് അനേക ആയിരങ്ങളോട് സുവിശേഷം പറയുവാൻ, പരസ്യ യോഗങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, വിവിധ വേദികളിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതിലൂടെ ഒരുപാട് മദ്യപാനികൾ, ലഹരിക്ക് അടിമയായിരിക്കുന്നവര്, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവര്, തീരാ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവര്, പാപത്താല് വലയുന്ന പ്രിയപ്പെട്ടവര്, വിവിധ മതസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവിതത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വിത്തുകൾ വചനം പാകുവാൻ അത് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ദേവദാസിനെയും കുടുംബത്തെയും ഈ സാക്ഷ്യം പറഞ്ഞതിലൂടെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രോമാ ടിവിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അനേക പ്രിയപ്പെട്ടവർക്കായിട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമ മഹിമയുടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. രോമാ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിക്കുവാൻ ഒരവസരം നിങ്ങൾക്കുമുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും
ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com